Hello everyone, good day. എൻ്റെ പേര് ഡോക്ടർ ഹരിശങ്കർ. ഞാൻ കൺസൾട്ടൻറ്റ് മാക്സിലോഫേഷ്യൽ ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ Densitae കൊച്ചി. ഇന്ന് എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു മെയിൻ ഡൗട്ടാണ് ഗ്രേഡ് 6 അല്ലെങ്കിൽ ഗ്രേഡ് 7 ആയിട്ടുള്ള ബോൾനെസ് കേസുകൾക്ക് നമുക്ക് റിസൾട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡോണർ ഏരിയ വീക്കാണോ, അങ്ങനത്തെ കേസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടുകൾ എല്ലാ ആൾക്കാരും നമ്മുടെ കൺസൾട്ടേഷൻ, നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ സ്ഥിരം നമുക്ക് ഫേസ് ചെയ്യാറുള്ളതാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനോട് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഗ്രേഡ് 6 അല്ലെങ്കിൽ ഗ്രേഡ് 7 ആയിട്ടുള്ള കേസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു വീക്ക് ഡോണർ ഏരിയ ആയിട്ടുള്ള ഒരു കേസിൽ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് സ്റ്റാൻഡിൽ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മൾ ഓൾവേസ് ഒരു ബൈ മെഡിസിൻ തിന്നിങ് ആയിട്ടുള്ള ഡോണർ ഏരിയയെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയതിന് ശേഷം ആയിരിക്കും നമ്മൾ സർജറിക്ക് എപ്പോഴും പറയാറുള്ളത്. ബിക്കോസ് അങ്ങനെ തിന്നായിട്ട് നിൽക്കുന്ന ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു വീക്ക് ഡോണർ ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് 7 കേസിൽ നമ്മൾ സർജറി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോണർ ഏരിയയും വീക്ക് ആവാനും ഉള്ള ചാൻസസ് ഉണ്ട്. നമുക്കൊരു പിന്നെ ഒരു ഫ്യൂച്ചറിൽ ഒരു സർജറിയുടെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ പോലും ഡോണർ ഏരിയയിലെ ഗ്രാഫ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇനി എടുത്തതിന് ശേഷം നമ്മൾ വെക്കുന്ന ഏരിയയിൽ തിന്നായിട്ടുള്ള ഗ്രാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ മെച്ചുറേഷൻ ഇല്ലാത്തൊരു ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഏരിയയിലേക്കാണോ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് ആ ഏരിയയിൽ ആ ഗ്രാഫ്റ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. ബിക്കോസ് അത് ഓൾറെഡി തിന്നായതുകൊണ്ട് തിന്നായിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവാകുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പം മെജോറിറ്റി ഉള്ള ആൾക്കാരും പല സ്ഥലത്തും പോയിട്ട് ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ എടുത്ത് സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതിൻ്റെ മെയിൻ ആൻസർ ഇതാണ്: തിന്നായിട്ടുള്ള ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഒരു ഡോണർ ഏരിയ, വീക്കായിട്ടുള്ള ഒരു ഡോണർ ഏരിയ ഗ്രേഡ് 6 അല്ലെങ്കിൽ ഗ്രേഡ് 7 ഐഡിയലി ഷുഡ് നോട്ട് ബി ടേക്കൺ ആസ് എ ഫസ്റ്റ് സ്റ്റേജ് സർജിക്കൽ പ്രൊസീജിയർ. അതെപ്പോഴും ഒരു 2 സ്റ്റേജ് അപ്രോച്ചിലായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അതിനകത്തെ ഫസ്റ്റ് സ്റ്റേജിൽ മെഡിസിൻ വഴി ഇംപ്രൂവ് ചെയ്യുകയും ഡോണർ ഏരിയയെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുകയും ചെയ്തതിന് ശേഷം ഒരു റിപ്പീറ്റ് കൺസൾട്ടേഷനിൽ ആ കൺസൾട്ടിങ് ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം ഡോണർ ഏരിയയുടെ ക്വാളിറ്റിയെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സർജറിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ എപ്പോഴും 2 സ്റ്റേജ് അപ്രോച്ച് ആയിരിക്കണം ഗ്രേഡ് 6 അല്ലെങ്കിൽ ഗ്രേഡ് 7 അല്ലെങ്കിൽ വീക്ക് ഡോണർ ഏരിയ കേസസിലേക്ക് ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തുള്ളൂ. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ കോസ്മെറ്റിക് എസ്തെറ്റിക് അപ്പിയറൻസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സർജറി എല്ലാ ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് അതിനെ ബെറ്റർ ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കേസസ് എങ്ങനെയാണ് വീക്കാണെന്നുള്ളതെന്ന് അറിയാനായിട്ട് നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സായിട്ട് ഒരു കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം അവരുടെ സജഷൻ പോലെ ആയിരിക്കണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പോവുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസിനുള്ളൊരു കൺസേൺ ആണ്, വളരെ ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരുന്നു, ഇപ്പോൾ വരാനുള്ള ട്രാവലിങ്ങിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൺസേൺ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പേ തന്നെ നമ്മുടെ Densitae അടക്കം ട്രിവാൻഡ്രം ബ്രാഞ്ച് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം തന്നെയാണ് Densitaeയിലെ ട്രിവാൻഡ്രം ബ്രാഞ്ചിലെ സീനിയർ ഡോക്ടേഴ്സും ടീമുമായിട്ടാണ് നമ്മളിപ്പോൾ Densitae ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സിനെയും നമ്മുടെ സ്റ്റാഫുകളെയും നിങ്ങൾ എക്സ്പേർട്ട് ഒപ്പീനിയനായിട്ട് ഒന്ന് കൺസൾട്ടേഷൻ ചെയ്യുക. ആ കൺസൾട്ടേഷൻ്റെ റിസൾട്ട് പ്രകാരം എങ്ങനെയാണോ അവിടുത്തെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫീസിബിൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുക. ദൂരത്തുനിന്ന് നല്ല രീതിയിൽ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഒരു പേഴ്സണലി ഒരു സജഷൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ദൂരം ട്രാവൽ ഇപ്പം ട്രിവാൻഡ്രം സൈഡിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടുവേർഡ്സ് ആ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കുറവായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ അവിടെ ഉള്ളത് കൊണ്ടും വിത്തൗട്ട് എനി ക്വയറി അല്ലെങ്കിൽ വിത്തൗട്ട് എനി കൺസേൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനെ സമീപിക്കാം. എല്ലാ ക്വയറീസും നിങ്ങൾക്ക് അവരുടെ അടുത്ത് അഡ്രസ്സ് ചെയ്യാം. അവർ ആ പ്രോപ്പർ ക്വയറീസിന് എല്ലാം ഉള്ള രീതിയിൽ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ഒരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.